السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه أجمعين برضا الله. أما بعد، أربع من السنن المرسلين: النكاح والسواك والتعتر والحلاق. الدنيا متاع وخير متاع الدنيا المرأة الصالحة. قال النبي صلى الله عليه وسلم: تزوجوا الولود الودود وإني مكاثر بكم الأمم. عن أبي هريرة رضي الله عنه أنه قال: سئل رسول الله صلى الله عليه وسلم: أي النساء خير؟ قال: التي تسره إلى نظر وتطيعه إذا أمر ولا تخالفه فيما يكره في نفسه وماله. وفي الصحيحين عن النبي صلى الله عليه وسلم قال: تنكح المرأة لمالها ولحسبها ولجمالها ولدينها فاظفر بذات الدين تربت يداك. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സർവ നന്മകളുടെയും താക്കോലായ കുടുംബജീവിതത്തിന് ഇസ്ലാം വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിന് തുടക്കം കുറിച്ചത് സ്വർഗത്തിലാണ്. അത്രത്തോളം പവിത്രതയോടെ നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ് നിക്കാഹ്. ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന പേക്കുത്തുകൾ മഹത്തായ കർമ്മത്തിന്റെ അന്തസ്സത്തെ കളഞ്ഞു കുളിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, 4 കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചര്യകളിൽപ്പെട്ടതാണ്: നിക്കാഹ്, മിസ്വാക്ക്, അത്തർ പൂശുക, മൈലാഞ്ചി പുരട്ടുക. വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ആദ്യപടിയാണ് നിക്കാഹ്. തുടക്കം എപ്പോഴും പരിപൂർണമായാലേ ആ കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്: റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുർരിയ്യാതിന ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബെ, കൺകുളിർമയുള്ള ഭാര്യമാരെയും സന്താനങ്ങളെയും ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണമേ. ഈ പ്രാർത്ഥന നാം എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒന്നാണ്. ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ സാലിഹത്തായ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്. ദുനിയാവിൻ്റെ വിഭവങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് പതിവ്രതകളായ സ്ത്രീകളാണ്. ജീവിതത്തിൻ്റെ ഏതവസ്ഥയെയും തരണം ചെയ്യാനും പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും താങ്ങും തണലുമായി ഭർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും അവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഉത്തമ സ്ത്രീയെ സംബന്ധിച്ച് അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു: അവൻ നോക്കിയാൽ അവനെ സന്തോഷിപ്പിക്കുന്നു, അവൻ കൽപ്പിച്ചാൽ അവനെ വഴിപ്പെടുന്നു, അവൻ്റെ മുതലിലും അവളുടെ നഫ്സിലും അവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ അവനോട് എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു. ആഡംബരങ്ങളും ആഭാസങ്ങളും മാറ്റിവെച്ച് ഇസ്ലാമിൻ്റെ തനതായ ശൈലിയും പ്രവാചക അധ്യാപനങ്ങളും മുറുകെ പിടിച്ച് നിക്കാഹ് പോലുള്ള കർമ്മങ്ങളിൽ സൂക്ഷ്മത പുലർത്തുവാനും അതിലൂടെ സ്വാലിഹായ ജീവിതം നയിക്കുവാനും നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക.